ഒറ്റ ചോദ്യത്തിലാണ് അദ്ദേഹം മൂക്കൂത്തി വീണത്. അത് എന്നോ ചോദിക്കാമായിരുന്നൊരു ചോദ്യം. ആ ചോദ്യം എന്തായിരുന്നു? അല്ല, നിങ്ങൾ മുസ്ലിം ലീഗ് എന്താണ് തന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയെടുക്കാമായിരുന്നല്ലോ, കാരണം നിങ്ങൾ പിന്തുണയ്ക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു സർക്കാരല്ലേ. ഈ ചോദ്യം ചോദിച്ചു, അത് പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന് 124-ലധികം കേസ് ചാർജ് ചെയ്ത കേസ് ഉണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്ത കേസ് ഇവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. 124-ലധികം കേസുകളുണ്ട്. അപ്പോൾ ആ കേസുകളിൽ പലതും കേന്ദ്രത്തിൽ നിന്ന് പ്രശ്നം വരുന്നതാണ്, പലതും കേരളത്തിൽ നിന്ന് പ്രശ്നം വരുന്നതാണ്. അപ്പോൾ ഈ 2 സർക്കാരുകളെയും ഒരേ സമയം മാനേജ് ചെയ്യാൻ വേണ്ടി ഈ BDJS എന്ന് പറയുന്ന സംവിധാനത്തെ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് കാലമായി വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കും വിധമുള്ള പല പരാമർശങ്ങൾ പല സന്ദർഭങ്ങളിലായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക് ഫോബിക് കണ്ടൻറ്റ് ഉൾക്കൊള്ളും വിധം മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും മലപ്പുറത്തെയുമൊക്കെ കെട്ടിക്കൊണ്ടുള്ള പല പരാമർശങ്ങളും ആവർത്തിച്ച് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കണക്കുകളും യാഥാർത്ഥ്യങ്ങളും മറുവശത്ത് നിലനിൽക്കെ തന്നെ അതിനോട് ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത വിധമുള്ള പല വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ശ്രീനാരായണീയർ ആ ഒരു തലത്തിൽ വർക്ക് ചെയ്യുന്ന സംഘടനകളിൽ നിന്ന് പോലും ഇത് ഒരിക്കലും യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക? ഈ വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനകൾ കേരളം കേൾക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഇപ്പോൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് വളരെ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാൻഹോളിൽ വീണ നൗഷാദിനെ സംബന്ധിച്ച് പറഞ്ഞ വിൽക്കുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഈയിടെ ആയിട്ട് എന്താണ്, ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ മരുന്ന് കുടിക്കണ മാതിരി 1 വീതം 3 നേരം എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ നേരത്തെ സ്പോട്ട്ലൈറ്റിൽ പലപ്പോഴും പറഞ്ഞാണ്, കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടുത്തെ ഈഴവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്ന ഇവിടെയുള്ള ഈഴവ സമുദായം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോടൊപ്പം ഇല്ല എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു വെച്ചതാണ്. അത് പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്ക് അങ്ങനത്തെ ആളുകളോടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, ഉള്ള ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു വിചാരമില്ല. അപ്പോൾ അവർ നേരെ തിരിച്ചു വേണം എന്ത് ചെയ്യുക, പലപ്പോഴും സംസാരിക്കുക. നമ്മൾ ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നാലും ഇതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാവുമല്ലോ, ഇതിലും ചിന്തിക്കുന്ന ആളുകളും വിവേകമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്തുകൊണ്ട് ഇതൊരു വലിയ രീതിയിൽ ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഇങ്ങനെ വിഷം പറയുമ്പോൾ. കാരണം അദ്ദേഹം വന്ന് പറയുന്ന ശൈലി ഉണ്ടല്ലോ, ആ ശൈലി ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരന് ഒട്ടുമേ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. തല താഴ്ത്തി പോകുന്ന രീതി. അദ്ദേഹം ഞങ്ങളെ നേതാവാണ് എന്ന് പറയാൻ തന്നെ പ്രയാസപ്പെടുന്ന രീതിയാണ്. കാരണം ഒരു അങ്ങാടിയിലൂടെ ജനങ്ങളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്ന രീതി ഉണ്ടല്ലോ, നാവൊക്കെ കടിച്ച് അല്ലേ, എന്താണ് ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അത് കേരളത്തിൻ്റെ മുന്നിൽ ഇന്നൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതായത് അത് വല്ലാതെ മാനസികമായിട്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ വേദനിപ്പിക്കുന്നുണ്ട്. മറ്റു സമുദായങ്ങളെ വേദനിപ്പിക്കുന്നതിലേറെ ഇവരെയാണ് എന്ത് ചെയ്യുന്നത്, വേദനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കണത്, നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഏത് ശബ്ദം കേട്ടാലും ബസ്സാന്ന് തോന്നി നമുക്ക്, നമ്മൾ കാത്ത്. അതേപോലെ നമ്മൾ എപ്പോഴും ഈ ഒരു ശ്രീനാരായണ സംഘടനകളുണ്ടല്ലോ, ഗുരുസംഘടനകളുണ്ടല്ലോ, ആ ശ്രീനാരായണീയ സംഘടനകൾ, ആ സംഘടനകളുടെ ലീഡേഴ്സുകളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം എന്താണ് വരാത്തത് കാതോർത്തിരിക്കുകയായിരുന്നു. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, ശക്തമായത്. അതായത് ശരിക്കും അവർ ഒരു വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയണം. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിലിപ്പോൾ ഈ എന്താണ്, ശ്രീനാരായണ ദർശനവേദി, അതാണ് കാര്യമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ SNDP സംരക്ഷണ സമിതി, അതുപോലെ ശ്രീനാരായണ സാഹോദര്യ സമിതി, ഈ ബഹ്റൈനിലൊക്കെ അടക്കമുള്ള ഒരു സംവിധാനമാണ് ഗുരുധർമ്മ സംഘടനകൾ. അങ്ങനത്തെ കുറേ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങൾ തന്നെയാണ്. അവരൊക്കെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് വർഗീയതൻ്റെ പ്രശ്നം, അതായത് കേരളത്തെ വെട്ടിക്കീറാൻ ഇദ്ദേഹത്തിൻ്റെ നാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ ഇതിലെന്തല്ല ഭാഗവാക്കല്ല, ഒരിക്കലും നിങ്ങൾ ഈഴവ സമുദായത്തിൽ ഇതിൽ ഒരു കക്ഷി ചേർക്കരുത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അധികാര കേന്ദ്രീകരണം, 30 വർഷം അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മസിൽ പവർ കൊണ്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പിന്നെ സാമ്പത്തിക സ്വാധീനവും കാര്യങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, അതായത് കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് 124-ലധികം കേസ് ചാർജ് ചെയ്ത കേസ് ഉണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്ത കേസ് ഇവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് 124-ലധികം കേസുകളുണ്ട്. അപ്പോൾ ആ കേസുകളിൽ പലതും പിന്നെ കേന്ദ്രത്തിൽ നിന്ന് പ്രശ്നം വരുന്നതാണ്, പലതും കേരളത്തിൽ നിന്ന് പ്രശ്നം വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സർക്കാരുകളെയും ഒരേ സമയം മാനേജ് ചെയ്യാൻ വേണ്ടി ഈ BDJS എന്ന് പറയുന്ന സംവിധാനത്തെ മകനിലൂടെ ഉണ്ടാക്കി അത് വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും ഇദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള വിദ്വേഷ പ്രചാരണങ്ങളും അത് ഇവിടെ പിന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ആ അഭ്യാസ പ്രകടനങ്ങളും മുഖേന ഇവിടെ കേരളത്തിലും അത് ഒതുക്കി വെക്കുന്നു എന്നാണ് ഈ ശ്രീനാരായണ സംഘങ്ങളുടെ ഇന്നത്തെ റിപ്പോർട്ട്. അവരുടെ പിന്നെ പ്രതികരണം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇത് അദ്ദേഹം കാണിക്കുന്നത് ഗുരു നിന്ദയാണ് എന്നാണ്. ഒരിക്കലും ശ്രീനാരായണ ഗുരു ഇവിടെ വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കാൻ വന്നതല്ല. ഉണ്ടായിരുന്ന അങ്ങനെയുള്ള സംഗതികൾ ഇല്ലാതെയാക്കാൻ അതിൻ്റെ വേര് പിഴുതെറിയുവാനും വേണ്ടി വന്നതാണ്. അപ്പോൾ പക്ഷേ അതിലേക്കാണ് അദ്ദേഹം ഇത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകനോടുള്ള മോശപ്പെട്ട പെരുമാറ്റം. ഇപ്പം ഇന്ന് ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചകം എന്താണെന്ന് വെച്ചാൽ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ കാരണക്കാർ ഇവിടെയുള്ള മുസ്ലിം ലീഗും അവർ ഭരിച്ചിരുന്ന ആ കാലത്തുള്ള വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരൊക്കെയാണ് എന്നാണ്. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും എയറിൽ നിൽക്കുകയാണ്. അതിന് ഉത്തരം കൃത്യമായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കല്ല, അത് ബാറുകൾക്ക് വേണ്ടിയാണെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ പിന്നെ ഇപ്പോൾ ഇത് കിട്ടാത്തതിൻ്റെ കാരണം പഴയ സർക്കാരുകളെയാണ് ഇത് കുറ്റം പറയുന്നത്. മുസ്ലിം ലീഗ് ഇതുവരെ ഒന്നുകൂടി പറയുന്നുണ്ട്, മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ ഈഴവ സമുദായം കുറ്റപ്പെടുത്തല്ല വേണ്ടത്, അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം പിന്നെ ആർ ശങ്കർ അധികാരത്തിൽ വരാൻ സ്ഥാനാർത്ഥിയാകാനും മത്സരിക്കാനും ജയിക്കാനും പിന്നീട് അദ്ദേഹം അധികാരത്തിൽ വരാനും ഒക്കെ കാരണമായത് മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ അദ്ദേഹം അധികാരത്തിൽ വന്നതുകൊണ്ടാണ് SN ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് എയ്ഡഡ് സ്ഥാപനങ്ങൾ കോളേജുകളൊക്കെ വരാൻ കാരണമായത്. അതിന് കാരണക്കാരായ ചരിത്രത്തിൽ അതിന് പിൻബലം കൊടുത്ത രാഷ്ട്രീയ പിൻബലം കൊടുത്ത മുസ്ലിം ലീഗിനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവർ രംഗത്ത്. ഇത് ഭയങ്കര ഒരു സംഗതിയാണ്. അതായത് മുസ്ലിം ലീഗ് ഇതിലെടുത്ത സ്റ്റാൻഡ് എന്താ വെച്ചാൽ, പലരും അതിൻ്റെ ലീഡർഷിപ്പിനോട് പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളതിൽ പ്രതികരിക്കാനില്ല, ഞങ്ങളതിന് ഒരു അദ്ദേഹത്തിനോടൊരു ഏറ്റുമുട്ടലിന് പോകുന്നില്ല എന്ന ലൈനിലാണ്. അത് അവർ ആ ലെവലിൽ നിന്നത് വളരെ നന്നായി. എന്നാൽ ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെ വന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഘം അതിൽ നിന്ന് തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഇന്ന് കേരളത്തിൽ ഇല്ലാതെയാകുന്നു, ഈ ഈഴവ സമുദായത്തിൽ തന്നെ ഇല്ലാതെയാകുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്. ഈ ഒരു പിന്നെ സമയത്ത് നമ്മൾ എത്ര വിദ്വേഷം കേരളത്തിൽ എത്ര വലിയ ലീഡേഴ്സാണെന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവന്നാലും അതിന് എത്ര പൊളിറ്റിക്കൽ പാട്രണേജ് ആര് നൽകിയാലും പൊതുസമൂഹവും ഇവിടെയുള്ള ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ തമ്മിൽ തെറ്റിക്കുന്ന പരിപാടിക്ക് ഞങ്ങൾ അണികൾ നിന്ന് തരില്ല എന്ന പ്രഖ്യാപനം ഇവിടെ വാചികമായിട്ടും മാധ്യമങ്ങളിലൂടെയും ഒരു രാഷ്ട്രീയ അവസരം കിട്ടുമ്പോൾ വോട്ട് പിന്നെ ബാലറ്റിലൂടെയും അവരത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു അടയാളമാണ്. ഇത് നമുക്ക് പ്രതീക്ഷയുള്ള കാര്യമാണ്. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് വെള്ളാപ്പള്ളി ആയത്. എന്നാൽ അതേ ശ്രീനാരായണ ഗുരുവിൻ്റെ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഒരു തിരുത്തൽ എന്ന നിലക്ക് വന്നിട്ടുള്ളത്. ഈ തിരുത്തൽ ഫലപ്രദമാകുമോ? 2002 ശിവഗിരി മഠത്തിൻ്റെ മുൻ അധ്യക്ഷനായിരുന്ന സ്വാമി ശാശ്വതീകാനന്ദ അദ്ദേഹം പെരിയാറിൽ മുങ്ങി മരിക്കുന്നത്. അന്ന് ഈ ശിവഗിരി മഠാധിപതിയായിരുന്ന പ്രകാശാനന്ദ അടക്കമുള്ളവർ ഇതിൽ സംശയമുന്നയിച്ചു. കാരണം അദ്ദേഹം നന്നായിട്ട് നീന്തൽ അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി കരക്കടിഞ്ഞപ്പോൾ മുറിവുകളുണ്ടായിരുന്നു. അതിനൊന്ന് പോലീസ് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ കോലുകൊണ്ട് കൊത്തി ചെയ്ത സമയത്ത് മുറിവായതാണെന്നാണ്. പക്ഷെ എന്തായാലും അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിന് ശേഷം വീണ്ടും അത് അങ്ങനെ തന്നെ ആണ് എന്ന് സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഈ നമ്മുടെ പ്രകാശാനന്ദ പറഞ്ഞൊരു കാര്യം, ഈ മഠത്തിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളാപ്പള്ളിയുമായിട്ട് ശാശ്വതീകാനന്ദയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മാത്രമല്ല
ഈ വെള്ളാപ്പള്ളിയും മകനും ഇദ്ദേഹവും കൂടെ, പ്രകാശാനന്ദയും കൂടെ ഒരു ഗൾഫ് യാത്ര, ഒരു വിദേശയാത്ര നടത്തിയിരുന്നു. ആ വിദേശയാത്രക്കിടയിൽ ഇവർ തമ്മിൽ ഈ വിഷയത്തിൽ കോർക്കുകയും അത് പിന്നെ ഇദ്ദേഹം പുറത്ത് കൊണ്ടുവരുമെന്ന രീതിയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടാകുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അത് കഴിഞ്ഞെത്തിയതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിജു രമേഷിനെ പോലുള്ള ഇതാണ് അന്നത്തെ SNDP ഒരു പിളർപ്പിലേക്ക് എത്തുന്നുണ്ട്, രണ്ട് വിഭാഗമായി തിരിയുന്നത്. അന്നത്തെ ബിജു രമേഷിനെ പോലുള്ള ആളുകൾ വെള്ളാപ്പള്ളിയും മകനും ചേർന്നാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും നടേശൻ എടുത്ത നിലപാടെന്ന് വെച്ചാൽ അത് ജലസമാധി ആണ് എന്നാണ്. എന്തായാലും ഈ കേസ് അവിടെ നിൽക്കുന്നത്, അതായത് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് തിരുത്താൻ ശ്രമിച്ച ഒരാളാണ് ഈ ശാശ്വതികാനന്ദ. പിൽക്കാലത്ത് പ്രകാശാനന്ദ എന്ത് ചെയ്തു, ഇതേ നിലപാട് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഫൈറ്റ് ചെയ്തു. 2015 വീണ്ടും ഈ കേസ് പുനരന്വേഷണത്തിന് വേണ്ടി ടേക്കപ്പ് ചെയ്തിരുന്നു. പക്ഷേ അടുത്ത വർഷം അധികാരം മാറി, പിന്നീട് അതിനെന്ത് സംഭവിച്ചു നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു നമുക്കറിയാം. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഇപ്പോൾ ശിവഗിരി മഠത്തിൽ ഇപ്പോൾ മുനി നാരായണപ്രസാദ് ഉള്ള സമയത്ത് പോയി താമസിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അദ്ദേഹം തൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് തന്ന അദ്ദേഹത്തിൻ്റെ ഗീതാവ്യാഖ്യാനത്തിൻ്റെ കോപ്പി അതുണ്ട്. നിത്യചൈതന്യതിയുടെ ആശ്രമത്തിൽ നമ്മൾ ഈ ഫേണിൽ ഊട്ടിയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെയുള്ള അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അത് ഇന്നത്തേതുപോലുള്ളൊരു വർഗീയ സ്വഭാവമുള്ളതേ അല്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ശിവഗിരിയിൽ പോലും അങ്ങനെ പോയിട്ട് ഒരു സംസാരത്തിനോ നിൽക്കാനൊന്നുള്ള അവസ്ഥയില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ വളരെ സെക്യുലറായ അതല്ലെങ്കിൽ ഒരിക്കലും വർഗീയ സ്വഭാവമുള്ള ആരെയും ഇതിൻ്റെ ഈ എല്ലാ വർഷവും ശിവഗിരി വാർഷികം ഉണ്ടല്ലോ, അതിന് ക്ഷണിക്കാറില്ല. ഇത്തവണത്തെ ഇതിനാരാ വന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. ഗവർണർ അല്ല പ്രസിഡന്റ്, നമ്മളെ വൈസ് പ്രസിഡൻ്റാണ്, ഉപരാഷ്ട്രപതി, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ മോദിയെ അമിത്ഷായൊക്കെ അവിടെ വിളിച്ചിട്ടുണ്ട്. അതവർ പ്രധാനമന്ത്രി എന്ന രീതിയിലാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ പോലും ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ് ശിവഗിരി മഠത്തിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഈ ബലാബലത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈഴവ സമുദായമാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള വഴി എന്താണ്? ഈഴവ സമുദായത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ ധാരയുമായിട്ട് വിഭിന്നമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ആരെങ്കിലും കിട്ടണം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ ഒപ്പം സാമുദായിക തകർക്കൊക്കെ വേണം. ഇവിടെ ഞാൻ കരുതുന്നത് വെച്ചാൽ ഈ 2015 ഈ നൗഷാദിൻ്റെ ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അന്വേഷിക്കുമല്ലോ, നമുക്ക് പറ്റിയൊരു ആൾ, ഇങ്ങനത്തെ ഒരു അജണ്ട നടപ്പാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരാൾ ആരാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തും. ഇതേപോലെയാണ് അദ്ദേഹം ഈ നൗഷാദിൻ്റെ വിഷയം പറയുമ്പോൾ ചിലർക്ക് സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രോസസ്സിനെ പറ്റി ഏറ്റവും നല്ല കക്ഷി ഇദ്ദേഹം തന്നെയാണ്, ടൂളാണെന്ന്. അങ്ങനെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് പിന്നീട് അദ്ദേഹത്തെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ട് എന്ത് ചെയ്യുന്നു 2018 വയ്ക്കുകയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് എതിരായ നിലപാട് സ്വീകരിച്ച് അല്ല അന്ന് എന്താ വെച്ചാൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്തു, 153 ഇട്ട് കേസെടുത്തു. പക്ഷേ ആ കേസ് പിന്നീട് എനിക്ക് എന്ത് പറ്റി നമുക്കറിയില്ല, എന്തായാലും പ്രൊസീഡ് ചെയ്യപ്പെട്ടില്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കരുതുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നത്തെ ഒരു റിക്രൂട്ട്മെൻറ്റോടെ ഇദ്ദേഹത്തിന് ഒരു റോൾ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അത് അദ്ദേഹം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെതിരെ ധാരാളം കേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രഷറൊക്കെ അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തിക്ഷയത്തിലൂടെയേ ഇവിടെ BJPക്ക് വളരാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ BJPയെ ഇടതുപക്ഷത്തെ കൂടെ തകർക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് മനസ്സിലാകുന്നൊക്കെയുണ്ട്. പക്ഷേ അവരും
ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോഴും നിലനിൽക്കുന്ന, സാങ്കേതികമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പിളർപ്പിന് ശേഷം ഗോപാലനെ പോലുള്ളവർ, അവർ മറുപക്ഷത്താണ് നിന്നിരുന്നത്, അവർ ശബ്ദമുയർത്താനൊക്കെ തുടങ്ങി. പക്ഷെ അവർക്കെതിരെ റെയ്ഡുകളൊക്കെ വന്നു. അതോടെ അവർ സൈലൻ്റ് ആകേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ KR ഗ്രൂപ്പിൻ്റെ മറ്റേ മുതലാളിയെ പോലുള്ളവർ, ഇവരെല്ലാം പിന്നീട് സൈലൻ്റ് ആകുന്ന നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ ഉള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒരു പിന്തുണയോടെ നടക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു ശേഷി ഇവർക്ക് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മടിയിലൊട്ടും കനമില്ലാത്ത ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ, അത്തരത്തിലുള്ള ഈ SNDPയിൽ നിന്ന് അത്തരത്തിലുള്ള ചില സാമുദായിക സ്പിരിറ്റുള്ള ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ നല്ലൊരു ശക്തമായ മുന്നേറ്റം ഉണ്ടാകും. ഒപ്പം എന്താ വെച്ചാൽ പത്രക്കാരും മാധ്യമങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ ഒറ്റ ചോദ്യത്തിലാണ് അദ്ദേഹം മൂക്കൂത്തി വീണത്. അതായത് എന്നോ ചോദിക്കാമായിരുന്നൊരു ചോദ്യം. ആ ചോദ്യം എന്തായിരുന്നു? അല്ല, നിങ്ങൾ മുസ്ലിം ലീഗ് എന്താണ് തന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയെടുക്കാമായിരുന്നല്ലോ, കാരണം നിങ്ങൾ പിന്തുണയ്ക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു സർക്കാരല്ലേ. ഈ ചോദ്യം ചോദിച്ചോ, അത് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആദ്യം ചോദിക്കൂല എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു. പക്ഷെ ആ ചോദ്യം ചോദിച്ചോടെ നാവ് കടിച്ചു. ഇത് മരിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇത്തരത്തിലൊരു 4 ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ വർഗീയത പറച്ചിൽ. കാരണം അവിടെ അദ്ദേഹം എക്സ്പോസ്ഡായി, ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കൃത്യമായി. അപ്പോൾ ഇങ്ങനെ നടന്നാൽ ഈ രീതിയിൽ ഒരു ഭാഗത്ത് ശ്രീനാരായണ ഗുരുവിനോട് സ്നേഹമുള്ളവർ, കാരണം ഇപ്പോൾ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളുടെ തലച്ചോറ് തല്ലിപ്പൊളിച്ച് അത് പട്ടികൾക്ക് തിന്നാൻ ഇട്ട് കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടു നിൽക്കാനുള്ള ഒരു അവസ്ഥ ാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ ഈഴവ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ SNDPയുടെ ആളുകൾ തന്നെയും ശക്തമായിട്ടുള്ള വികാരത്തോടെ മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയും. അതിനുള്ള സൂചനയായി നമ്മൾക്കതിനെടുക്കാം. അത് ആ രീതിയിൽ കേരളത്തിലെ വലിയ മുന്നേറ്റമായിട്ട് മാറട്ടെ. അത് SNDPയെ മാത്രമല്ല കേരളത്തെ കൂടെ രക്ഷിക്കാനുള്ളൊരു വലിയ മുന്നേറ്റമായിരിക്കും. അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊരു കാര്യം, ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടി ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് ഇവിടെ BJP നേരത്തെ നടത്തി വന്നിരുന്നത്. അതിൻ്റെ ഭാഗം നമ്മൾ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ നടത്തി, പല സ്ഥലത്ത് നടത്തി. ഇപ്പം ഇന്നലത്തെ അവരുടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ അത് വിചാരിച്ചതുപോലെ കിട്ടിയിട്ടില്ല. അതിന് ഉത്തരേന്ത്യയിൽ ഈ കന്യാസ്ത്രീകൾക്ക് നേരിട്ട ആക്രമണങ്ങളും കാര്യങ്ങളും അതിൽ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇനി അതിനുശേഷം വെള്ളാപ്പള്ളിയെ BJPയുടെ പ്രസിഡന്റ് പോയി കണ്ട ഒരു വാർത്ത ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇനി വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കണോ BJPയോടൊപ്പം നിൽക്കണോ എന്ന കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട്. ശരിയായ ആശയക്കുഴപ്പം ഇവിടെ ഉണ്ട്. ആ ആശയക്കുഴപ്പം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മതേതര ഭാവിക്ക് നല്ലതാണ്.